നമസ്കാരം. ഒരു BJP സ്ഥാനാർത്ഥി ജയിക്കുന്ന ഘട്ടം വന്നാൽ അന്നത്തെ പോലെ CPM മറിയുമോ ഇല്ല? അത് ഉറപ്പ്. അതായത് പാലക്കാടായാലും മഞ്ചേശ്വരമായാലും വട്ടിയൂർക്കാവായാലും നേമമായാലും എവിടെയായാലും ശരി, BJPയെ തോൽപ്പിക്കാൻ വേണ്ടി UDFO LDFO അങ്ങോട്ടും ഇങ്ങോട്ടും മറിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ സാഹചര്യം കഴിഞ്ഞുപോയി. കാരണം അതുകൊണ്ട് നമ്മുടെ സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചിട്ട് അവർക്ക് വോട്ട് ചെയ്തിട്ട് എന്ത് കിട്ടണം ഒരു സീറ്റ് കൂടുകയാണ്. അതെ, അതാണ് പ്രശ്നം. ഇപ്പം അന്ന് ഷാഫി പറമ്പിലെ വിജയിപ്പിക്കുന്നെങ്കിൽ ഇന്ന് അതിനുവേണ്ടി നിൽക്കില്ല. കാരണം കോൺഗ്രസിന്റെ സീറ്റ് മാക്സിമം കുറയ്ക്കുക എന്നുള്ളതാണ് CPM തന്ത്രം. അതുപോലെ തന്നെ നിയമത്തിൽ CPM അല്ലെങ്കിൽ LDF ജയിപ്പിച്ചിട്ട് കോൺഗ്രസിന് എന്ത് നേട്ടമാണ്? BJP ജയിച്ചാലും കുഴപ്പമില്ല, കോൺഗ്രസിനോ UDFിനോ സീറ്റ് കൂടാൻ പാടില്ല. അതായിരിക്കും CPM ഒരു ക്രോസ് വോട്ടിംഗ് എന്ന് പറയുന്നത് വളരെ സാധ്യതയുള്ള മണ്ഡലമാണ് പാലക്കാട്. മാർഷൽ പറയുന്ന അനുസരിച്ചാണ് ഈ പ്രാവശ്യം ക്രോസ് വോട്ടിംഗ് നടക്കില്ല. അങ്ങനെയാണെങ്കിൽ ചിത്രം എങ്ങനെ വരും? ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ NDA, ബാക്കി ആരൊക്കെ? കണ്ണൻ ഗോവിന്ദനാണോ? അവിടെ ഇപ്പം എങ്ങനെയായാലും UDFിനാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. കാരണം രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു വലിയ പ്രതിസന്ധി അവരുടെ മുമ്പിലുണ്ട്. സിറ്റിംഗ് MLA ആ രാഹുൽ മാങ്കൂട്ടത്തെ അവർക്ക് ഇറക്കാൻ പറ്റുന്നില്ല. അപ്പൊ അവർ ജനങ്ങളോട് ആദ്യം പറയേണ്ടി വരുന്നത് എന്തുകൊണ്ട് മാങ്കൂട്ടം ഇല്ല എന്നുള്ളതാണ്. രണ്ട്, പകരമുള്ള സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നുള്ളതാണ്. അവിടെയാണ് ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള ഒരു ഫയർ ബാൻഡ് ഇറങ്ങി വരികയാണ്. ശോഭാ സുരേന്ദ്രന്റെ ഹിസ്റ്ററി നമ്മൾ ശോഭാ സുരേന്ദ്രൻ ഒരിക്കലും ചെറുതായി കാണാൻ പറ്റില്ല. ഞാൻ വിശ്വസിക്കുന്ന കേരള രാഷ്ട്രീയത്തിലെ ഒരു വനിതാ നേതാവ് വളരെ കൃത്യമായി അവരുടെ പ്രവർത്തനം കൊണ്ടും അവരിൽ ജനങ്ങൾക്ക് ഭയങ്കര വിശ്വാസം എതിർപ്പുണ്ടായിട്ടും കഴക്കൂട്ടം നോക്കിയാലും ആറ്റിങ്ങൽ ലോക്സഭാ തെരഞ്ഞെടുപ്പാൽ എവിടെ നോക്കിയാലും അവർ വന്ന് കയറുന്നത് മുതൽ അണികൾ ഭയങ്കരമായിട്ട് സ്ഥലങ്ങളിലെല്ലാം വോട്ട് വർദ്ധിപ്പിക്കുന്ന ഒരു മിഷൻ പോലെയായിരുന്നു ശോഭാ സുരേന്ദ്രൻ എന്ന് പറഞ്ഞാൽ അതിൽ അത്ഭുതം കൂറേണ്ടതില്ല. അതാണ് ഇലക്ഷൻ ട്രാക്ക് റെക്കോർഡ്. അങ്ങനത്തെ ഒരു സാഹചര്യമില്ല. ഇപ്പോൾ കേരള രാഷ്ട്രീയത്തില് മുന്നണി രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ചും BJP എതിർത്തത് കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കിയ ലിസ്റ്റ് നോക്കി അറിയാം, 36 നിയമസഭാ മണ്ഡലങ്ങളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വലിയ രീതിയിൽ വോട്ട് വർദ്ധിപ്പിച്ചിരിക്കുകയാണ് BJP. അതിൽ 2 നിയമസഭാ മണ്ഡലങ്ങളിൽ 1ാം സ്ഥാനത്താണ്, നേമവും വട്ടിയൂർക്കാവും. ബാക്കി 34 ഇടങ്ങളിൽ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഹരിപ്പാട് വരിക്കാൻ നമ്മൾ കണ്ടു, മലമ്പുഴയുണ്ട്. അങ്ങനെ വലിയ മണ്ഡലങ്ങളിൽ പോലും BJP വളരെ വ്യക്തമായ വോട്ട് ഷെയർ ഉണ്ട് അവർക്ക്. ഇനി അതിനെ മാറ്റി നിർത്തി തടയാൻ വേണ്ടി ഇവർ ശ്രമിച്ചാലും CPM-ഉം കോൺഗ്രസും ശ്രമിച്ചാലും നടക്കത്തില്ല. അതിനേറ്റ ഉദാഹരണമായിരിക്കും മഞ്ചേശ്വരത്ത് ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്. ഈ അടുത്ത പ്രാവശ്യം എന്തായാലും ഈ ഇത്തരത്തിലുള്ള BJPക്ക് നിർണായകമായ സ്വാധീനമുള്ള മണ്ഡലങ്ങളിലെ വോട്ട് ഫലം, തെരഞ്ഞെടുപ്പ് ഫലം എന്താകും എന്നുള്ളത് വളരെ കൗതുകകരമായ കാര്യമായിരിക്കും. ഒരുപക്ഷെ കേരളത്തിൽ വളരെ രാഷ്ട്രീയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ വളരെ കൗതുകകരമായ കാര്യമായിരിക്കും എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ട ഈ മാധ്യമ ചർച്ച കേരളത്തിൻ്റെ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഏറെക്കുറെ സത്യമാവാൻ, ശരിയാവാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. അതെന്താണെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം, മുൻകാലങ്ങളിൽ BJP ജയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് LDFിനും UDFിനും വോട്ട് മറിച്ച് നൽകിയിട്ടുണ്ട്. മഞ്ചേശ്വരത്തും നേമത്തും അതേപോലെ തന്നെ പാലക്കാടുമൊക്കെ അവർ അത് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്. എന്നാൽ ഈ വരുന്ന തെരഞ്ഞെടുപ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചാണെങ്കിലും ഇനി കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചാണെങ്കിലും അവരുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന കാര്യമാണ്. മുൻകാലങ്ങളിലെ പോലെയല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്ന അണികളുടെ എണ്ണം തുലവും കുറഞ്ഞു വരുന്ന ഒരു സമയമാണിപ്പോൾ. പോസ്റ്റർ ഒട്ടിക്കാൻ വരെ പണം കൊടുത്ത് ആളെ കണ്ടെത്തേണ്ട ഒരവസ്ഥയിലെത്തി നിൽക്കുകയാണ് ആ പാർട്ടി. അതാണ് യാഥാർത്ഥ്യം. കോൺഗ്രസിനും ഏതാണ്ട് സമാനമായ കാര്യം തന്നെയാണ്. പക്ഷേ കോൺഗ്രസിന് തുടർച്ചയായിട്ട് 3ാമത്തെ തവണ കൂടി ഭരണമില്ല എങ്കിലും തീരെ നശിക്കാതെ അതിൻ്റെ നേതാക്കളും കുറച്ച് അണികളുമായിട്ട് ഇവിടെ തന്നെ കാണും. കാരണം അവർക്ക് ഫണ്ടിന് അത്ര ബുദ്ധിമുട്ടേണ്ടി വരില്ല. കാരണം ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങൾ കോൺഗ്രസ് ഭരിക്കുന്നതിനാൽ അവിടെ നിന്ന് നേരത്തെ കിട്ടിയത് അത്രയും അല്ല എങ്കിലും നിലനിൽക്കാനുള്ള ഫണ്ടും മറ്റുമൊക്കെ അവർക്ക് കിട്ടും. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസ്ഥ അങ്ങനെയല്ല. ഭരണത്തിൽ നിന്ന് പോയാൽ ഇതുവരെ ഉണ്ടാക്കി വെച്ചിരുന്ന കോടികൾ ഉണ്ടെങ്കിൽ കൂടിയും അതൊക്കെ തീരാൻ വലിയ താമസമൊന്നുമില്ല. പഴയ പോലെ ബക്കറ്റ് പിരിവുമായിട്ട് ജനങ്ങളുടെ മുന്നിലോട്ട് ഇറങ്ങാനും പറ്റില്ല. ഭരണമുണ്ടെങ്കിൽ മാത്രമേ കോർപ്പറേറ്റുകളിൽ നിന്ന് അല്ലെങ്കിൽ വലിയ കുത്തകളിൽ നിന്നൊക്കെ വലിയ ഫണ്ടൊക്കെ പിരിക്കാനും പറ്റൂ. അല്ലെങ്കിൽ അവരും മൈൻഡ് ചെയ്യില്ല. രണ്ടാമതൊരിക്കൽ കൂടി, അതായത് വീണ്ടും അവർക്ക് ഭരണം കിട്ടും എന്ന് ഉറപ്പുമില്ലാത്ത സാഹചര്യത്തിൽ അങ്ങനെ പണം കിട്ടാനുള്ള സാധ്യത കുറയും. ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും അവർ ഭരിക്കുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും പണം തന്നെയായിരിക്കും ഒന്നാമത്തെ പ്രതിബന്ധവും പ്രശ്നവുമായിട്ട് വരിക. കുറേ കാലത്ത് കൂടി ഒരുപക്ഷെ കോൺഗ്രസ് അങ്ങനെ നിലനിൽക്കും. പക്ഷേ അതിനകം തന്നെ BJP കേരളത്തിൽ കാലുറപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് ഈ 2 പാർട്ടികൾക്കും തിരിച്ചുവരവ് വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BJP അണികൾ അഥവാ സംഘികൾക്ക് കൃത്യമായിട്ട് അറിയാം അവരുടെ സ്ഥാനാർത്ഥികൾക്ക് അല്ലെങ്കിൽ അവരുടെക്ക് സ്വാധീനമുള്ള 30-ലധികമുള്ള മണ്ഡലങ്ങൾ ഏതൊക്കെയാണ് എന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അത്തരം മണ്ഡലങ്ങളിൽ മാത്രം അവർ അവരുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുകയും 100-ലധികമുള്ള മറ്റ് മണ്ഡലങ്ങളിൽ തങ്ങൾ മുഖ്യ ശത്രുവായിട്ട് കാണുന്ന, അത് ഇടതുപക്ഷത്തെ ആവാം വലതുപക്ഷത്തെ ആവാം, അവരെ തിരഞ്ഞുപിടിച്ച് ക്രോസ് വോട്ട് ചെയ്യാനും അവർ മടിക്കാത്ത ഒരു തെരഞ്ഞെടുപ്പാണ് വരുന്നത്. മുൻകാലങ്ങളിൽ ഇടതുപക്ഷവും വലതുപക്ഷവും ചെയ്തുകൊണ്ടിരുന്ന കാര്യം ഇത്തവണ BJP അണികൾ നല്ല വൃത്തിയായിട്ട് ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ ഫലം അനുഭവിക്കാൻ പോകുന്നത് ഇടതുപക്ഷമാണോ വലതുപക്ഷമാണോ എന്ന് മാത്രമേ അറിയാനുള്ളൂ. ഒരു കാര്യം ഉറപ്പാണ്, ഏകപക്ഷീയമാണ് എന്ന രീതിയിൽ തോന്നിപ്പിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം ഇപ്പോൾ ഈ സർക്കാർ മെഷീനറി ഉപയോഗിച്ചു സർവ്വ സന്നാഹങ്ങളും സർവ്വ പണവും ഉപയോഗിച്ചുകൊണ്ട് മത്സരിക്കാൻ ഞങ്ങളും തയ്യാറാണ്, ഇപ്പോൾ ഒരു തുല്യമായിട്ടുള്ള രീതിയിൽ പോകാൻ വരെ ഞങ്ങൾക്ക് പറ്റുന്നുണ്ട് എന്ന തരത്തിൽ ജനങ്ങളിൽ ഒരു
തോന്നൽ ഉണ്ടാക്കാൻ ഈ ഇടതുപക്ഷത്തിന് ഇപ്പോൾ സാധിച്ചിട്ടുണ്ട്. അവരുടെ സോഷ്യൽ മീഡിയ കടന്നലുകളും മറ്റുമൊക്കെ അത്രമാത്രം പണിയെടുക്കുന്നുണ്ട്, അത്രമാത്രം പണം അവർ ചെലവാക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ പോലെ കോൺഗ്രസ് അവകാശപ്പെട്ട പോലെ 100 സീറ്റൊന്നും അവർക്ക് കിട്ടുന്ന ഒരു അവസ്ഥയിലായിരിക്കില്ല വരിക. അതിനൊപ്പം തന്നെ BJP ശക്തമായിട്ടുള്ള സ്ഥലങ്ങളിൽ അവരെ തോൽപ്പിക്കാൻ വേണ്ടി ഇടതുപക്ഷം വലതുപക്ഷത്തിനോ വലതുപക്ഷം ഇടതുപക്ഷത്തിനോ വോട്ട് നൽകില്ല. അങ്ങനെ നൽകിയാൽ തങ്ങൾക്കതുകൊണ്ട് എന്താണ് ഗുണം? തങ്ങളുടെ ഒരു സീറ്റ് കൂടി കുറയല്ലേ എന്നുള്ളത് തോന്നലായിരിക്കും അവർക്കുണ്ടാകുക. അവർക്ക് നിലനിൽപ്പിൻ്റെ ഭാഗമായതിനാൽ ഇത്തവണ അത്തരം കളികൾക്ക് അവർ മഞ്ചേശ്വരത്ത് പോലും മുതിരില്ല എന്നതാണ് സത്യം. പക്ഷേ അതേ കളി ഇത്തവണ നല്ല വൃത്തിയായിട്ട് സംഖ്യകൾ ചെയ്യുകയും ചെയ്യും. ഈ 30-35 സീറ്റിൽ ഒഴിച്ച് ഈ 30-35 സീറ്റിൽ BJPയെ തോൽപ്പിക്കാൻ വേണ്ടി കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ കമ്മ്യൂണിസ്റ്റിന് വോട്ട് ചെയ്യാൻ കോൺഗ്രസ് തയ്യാറാവില്ല. കാരണം രണ്ട് കൂട്ടർക്കും ഇത് നിലനിൽപ്പിൻ്റെ ഒരു തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പ് ജയിക്കുക എന്നത് അവരെ സംബന്ധിച്ച് ജീവൻ മരണ കളിയാണ്. തോറ്റാൽ പിന്നീട് തിരിച്ചു വരാൻ പറ്റാത്ത തരത്തിൽ ആ പാർട്ടി ഇവിടെ അസ്തമിക്കുമെന്ന ഭയം അവരുടെ നേതാക്കൾക്കും അണികൾക്കുമുണ്ട്. കോൺഗ്രസ് ഒരുപക്ഷെ കുറച്ചുകൂടി ഈ ലീഗിൻ്റെ ബലത്തിൽ പിടിച്ചു നിന്നേക്കാം. പക്ഷേ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. രാഷ്ട്രീയത്തിൽ ഒന്നും ചേർത്താൽ എപ്പോഴും രണ്ടല്ല. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സഖ്യങ്ങളൊക്കെ മാറി മറിയാൻ വലിയ താമസമൊന്നുമില്ല. BJPക്ക് ഒരു MLA ആണ് ഇതുവരെ കേരള ചരിത്രത്തിൽ ഉണ്ടായിരുന്നത്. അത് നഷ്ടപ്പെടുകയും ചെയ്തു. പക്ഷേ ഒരു 5ന് മുകളിലേക്കോ 10ന് മുകളിലേക്കോ BJP MLA ഉണ്ടാക്കുന്ന ഒരു കാലം വന്നു കഴിഞ്ഞാൽ ഇന്ന് UDFൻ്റെ കൂടെയോ അല്ലെങ്കിൽ LDFൻ്റെ കൂടെയോ ഉള്ള ബഹുഭൂരിപക്ഷം സഖ്യകക്ഷികളും ഒരുപക്ഷെ നാളെ BJPയുടെ പാളയത്തിലേക്ക് എത്തിയെന്നും വരാം. കാരണം ഇപ്പോൾ പോലും ഈ ആദർശത്തിൻ്റെ കാര്യത്തിൽ ഒട്ടും വിട്ടുവീഴ്ചയില്ല എന്നൊക്കെ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ളവർ പതിറ്റാണ്ടുകൾ ആ പാർട്ടിയിൽ പ്രവർത്തിച്ചവർ പോലും അത്തരം അസ്കതകളൊന്നുമില്ലാതെ നേരെ BJPയിലേക്ക് വന്ന് അവിടെ മെമ്പർമാരാവുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന കാഴ്ച ആ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ ഒരു 5-10 MLAമാർ ഇവിടെ ഉണ്ടാക്കുന്ന ഒരു സമയം വന്നാൽ ഇന്ന് കാണുന്ന മുന്നണി സമവാക്യമായിരിക്കില്ല അന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഇന്ന് ഇടതുപക്ഷത്തിരിക്കുന്ന പല പാർട്ടികളും അല്ലെങ്കിൽ വലതുപക്ഷത്തിരിക്കുന്ന പല പാർട്ടികളും ചെറുതും വലുതുമായിട്ടുള്ള പാർട്ടികളും ഒരുപക്ഷെ ആ സമയത്ത് NDAയിലാവും. അതിനാൽ ഇത് വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ്. ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും അവരുടെ ജീവൻ മരണ പോരാട്ടമാണ്. പക്ഷേ ഏറ്റവും അനായാസമായി ഇത്തരം പ്രശ്നങ്ങളൊന്നുമില്ലാതെ വളരെ കൂളായിട്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്ന ഒരു പാർട്ടി, ഒരു മുന്നണി ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും BJP NDA മുന്നണിയായിരിക്കും. അവർക്ക് കിട്ടുന്നതെല്ലാം നേട്ടമാണ്, ബോണസാണ്, നഷ്ടപ്പെടാൻ ഒന്നുമില്ല. ഒരു BJP സ്ഥാനാർത്ഥി ജയിക്കുന്ന ഘട്ടം വന്നാൽ അന്നത്തെ പോലെ CPM വോട്ട് മറിയുമോ ഇല്ല? അത് ഉറപ്പ്. അതായത് പാലക്കാടായാലും മഞ്ചേശ്വരമായാലും വട്ടിയൂർക്കാവായാലും നേമമായാലും എവിടെയായാലും ശരി BJPയെ തോൽപ്പിക്കാൻ വേണ്ടി UDFO LDFO അങ്ങോട്ടും ഇങ്ങോട്ടും മറിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ സാഹചര്യം കഴിഞ്ഞുപോയി. കാരണം അതുകൊണ്ട് നമ്മുടെ സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചിട്ട് അവർക്ക് വോട്ട് ചെയ്തിട്ട് എന്ത് കിട്ടണം അവരുടെ ഒരു സീറ്റ് കൂടുകയാണ്. അതെ, അതാണ് പ്രശ്നം. ഇപ്പം അന്ന് ഷാഫി പറമ്പിലെ വിജയിപ്പിക്കുന്നെങ്കിൽ ഇന്ന് അതിനുവേണ്ടി നിൽക്കില്ല. കാരണം കോൺഗ്രസിന്റെ സീറ്റ് മാക്സിമം കുറയ്ക്കുക എന്നുള്ളതാണ് CPMന്റെ തന്ത്രം. അതുപോലെ തന്നെ CPMന് നേമത്തിൽ CPMനെ അല്ലെങ്കിൽ LDFനെ ജയിപ്പിച്ചിട്ട് കോൺഗ്രസിന് എന്ത് നേട്ടം? BJP ജയിച്ചാലും കുഴപ്പമില്ല, കോൺഗ്രസിനോ UDFനോ സീറ്റ് കൂടാൻ പാടില്ല. അതായിരിക്കും CPMന്റെ ഒരു ക്രോസ് വോട്ടിംഗ് എന്ന് പറയുന്നത് വളരെ സാധ്യതയുള്ള മണ്ഡലമാണ് പാലക്കാട്. മാർഷൽ പറയുന്ന അനുസരിച്ചാണ് ഈ പ്രാവശ്യം ക്രോസ് വോട്ടിംഗ് നടക്കില്ല.